ഇസ്രായേലിനെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ അമേരിക്കയുടെ പ്രതികരണം അതിവേഗത്തിലായിരിക്കും. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നൊന്നും നോക്കാതെ ഇത്ര വേഗത്തിൽ ഓടിയെത്തുന്ന ഒരു സുഹൃത്ത് നമുക്കുമുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകാറില്ലേ? ഈ ചോദ്യചിഹ്നം പലരുടെയും മനസ്സിൽ ഉയരാറുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഈ കടുംപിടുത്തം? കേവലം ഒരു സൗഹൃദം മാത്രമാണോ ഇതിനു പിന്നിൽ? അല്ല, ആഴത്തിലുള്ള ചില കാരണങ്ങളാണ് ഈ ബന്ധത്തെ ഇത്രയും അടിയുറച്ചതാക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1948-ൽ ഇസ്രായേൽ എന്ന രാജ്യം രൂപം കൊണ്ടപ്പോൾ അവരെ ആദ്യമായി അംഗീകരിച്ച രാജ്യം അമേരിക്കയാണ്. അന്നു മുതൽക്കേ ഈ ബന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. തുടക്കത്തിൽ അമേരിക്കയുടെ സഹായം പ്രധാനമായും സാമ്പത്തികമായിരുന്നു. എന്നാൽ 1960കൾ മുതൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ശീതയുദ്ധകാലത്ത് മധ്യേഷ്യയിൽ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം വർദ്ധിച്ചപ്പോൾ ഇസ്രായേൽ അമേരിക്കയ്ക്ക് ഒരു പ്രധാന തന്ത്രപരമായ പങ്കാളിയായി. 1967ലെ അറബ് രാജ്യങ്ങളുമായുള്ള 6 ദിവസത്തെ യുദ്ധത്തിൽ ഒറ്റയ്ക്ക് ജയിച്ച ഇസ്രായേലിന്റെ ശക്തി മനസ്സിലാക്കിയ അമേരിക്ക ഇസ്രായേലിനെ കൂടുതൽ സഹായിക്കാൻ തുടങ്ങി. പിന്നീടുള്ള വർഷങ്ങളിൽ ഈ ബന്ധം കൂടുതൽ ദൃഢമായി. പണ്ടുകാലത്ത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ആദ്യ സഖ്യകക്ഷികളിൽ സൗദിയും ഇറാനുമുണ്ടായിരുന്നു. എന്നാൽ ഇറാനിലെ ഷാ ഭരണകൂടം മാറിയപ്പോൾ സൗദി മാത്രമായി വിശ്വസിക്കാവുന്ന സഖ്യകക്ഷി. അതിനിടയിൽ ഇസ്രായേലും ഒരു പ്രധാന സഖ്യകക്ഷിയായി വളരുന്നുണ്ടായിരുന്നു. പിന്നീട് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനുശേഷം അതിൽ ചില സൗദി പൗരന്മാരുടെ പങ്ക് വെളിപ്പെട്ടപ്പോൾ സൗദിയുമായുള്ള അമേരിക്കയുടെ ബന്ധം കുറഞ്ഞു. അതോടെ ഇസ്രായേൽ ഈ മേഖലയിൽ അമേരിക്കയുടെ പ്രധാന പങ്കാളിയായി മാറി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ വെറുമൊരു ചങ്ങാതിയല്ല, മറിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളിൽ ഒന്നാണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യമായ അമേരിക്ക ലോകമെമ്പാടും ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് വരുന്ന സംഘർഷങ്ങൾക്കും അസ്ഥിരതയ്ക്കും ഒപ്പം സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള അമേരിക്കൻ വിരുദ്ധ ശക്തികളുടെ സ്വാധീനത്തിനുമിടയിൽ ഈ മേഖലയിലെ ഏക ജനാധിപത്യ രാജ്യമായി ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത് അവർക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. തങ്ങളുടെ ജനാധിപത്യ മൂല്യങ്ങൾ പങ്കിടുന്ന ഒരു പങ്കാളി എന്ന നിലയിൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കു വേണ്ടി നിലകൊള്ളുകയും അവരുടെ സ്വാധീനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഇസ്രായേലിന്റെ പിന്തുണ അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഓരോ വർഷവും $300 കോടി വരുന്ന സൈനിക സഹായം അമേരിക്ക ഇസ്രായേലിന് നൽകുന്നുണ്ട്. അതായത് ഇസ്രായേലിന്റെ ഡിഫൻസ് ബഡ്ജറ്റിന്റെ 15% അമേരിക്ക വഹിക്കുന്നു. അതൊരു തന്ത്രപരമായ നിക്ഷേപമാണ്. ഇസ്രായേലിനെ സ്വന്തം നിലയ്ക്ക് ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുന്ന രാജ്യമാക്കി മാറ്റുന്നതിലൂടെ ഒരു യുദ്ധ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ സൈന്യത്തെ അങ്ങോട്ട് നേരിട്ട് അയക്കേണ്ട ആവശ്യം വരില്ല. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ സൈനിക മേൽക്കോയ്മ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കാരണം ചുറ്റുമുള്ള രാജ്യങ്ങളും ഗ്രൂപ്പുകളും ആയുധങ്ങൾ ശേഖരിക്കുമ്പോൾ ഇസ്രായേൽ എപ്പോഴും അവരെക്കാൾ ഒരുപടി മുന്നിലായിരിക്കണം. അങ്ങനെ ഇസ്രായേൽ ദുർബലമാകാതിരുന്നാൽ അമേരിക്കയ്ക്ക് അവിടെ നേരിട്ട് ഇടപെട്ട് വലിയ സൈനിക ചെലവുകളും മനുഷ്യജീവനുകളും നഷ്ടപ്പെടുത്തേണ്ടി വരില്ല. ഇത് അമേരിക്കയുടെ ദീർഘകാല താൽപ്പര്യങ്ങൾക്ക് അത്യാവശ്യമാണ്. മാത്രമല്ല, അമേരിക്കയ്ക്ക് ഇസ്രായേലിൽ വലിയൊരു ആയുധശേഖരം തന്നെയുണ്ട്. ആവശ്യമെങ്കിൽ അമേരിക്കയ്ക്ക് ഇത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ സ്റ്റോറേജ്. അമേരിക്കയും ഇസ്രായേലും പങ്കിടുന്ന ആഴത്തിലുള്ള രഹസ്യാന്വേഷണ പങ്കാളിത്തമാണ് ഈ ബന്ധത്തിന്റെ മറ്റൊരു ശക്തി. മൊസാദിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ശേഖരിക്കുന്ന തന്ത്രപ്രധാനമായ വിവരങ്ങൾ, അതായത് മിഡിൽ ഈസ്റ്റിലെ ഇറാൻ, സിറിയ, ഭീകരസംഘടനകൾ എന്നിവയുടെ നീക്കങ്ങളെക്കുറിച്ച് ലഭിക്കുന്ന സൂക്ഷ്മമായ വിവരങ്ങൾ അമേരിക്കയ്ക്ക് നിരന്തരം കൈമാറുന്നു. ഈ വിവരങ്ങൾ അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. കാരണം ഇത് ഭീഷണികളെ മുൻകൂട്ടി കണ്ടെത്താനും ഫലപ്രദമായി പ്രതിരോധിക്കാനും സഹായിക്കുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ടെഗ് ലോബി, പാർമ ലോബി എന്നിങ്ങനെയുള്ള നിരവധി ശക്തമായ സ്വാധീന ശക്തികളുണ്ടെങ്കിലും ഇസ്രായേൽ അനുകൂല ലോബികൾക്ക് അതിൽ നിർണായക സ്ഥാനമുണ്ട്. AIPAC, ദി അമേരിക്കൻ ഇസ്രയേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി പോലുള്ള ശക്തരായ ജൂത അനുകൂല സംഘടനകളാണ് ഈ ബന്ധത്തിന്റെ നട്ടെല്ല്. റിപ്പബ്ലിക്കൻ, ഡെമോക്രാറ്റിക് പാർട്ടികളിൽപ്പെട്ട ഏത് സ്ഥാനാർത്ഥിക്കും ഇസ്രായേലിന് അനുകൂലമായ നിലപാടെടുക്കാതെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വിജയിക്കുക പ്രയാസമാണ്. ഈ ഗ്രൂപ്പുകൾ രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിക്കുകയും ഇസ്രായേൽ അനുകൂല സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പണം ചെലവഴിക്കുകയും ചെയ്യുന്നു. ഇത് ഇസ്രായേലിന് അമേരിക്കയുടെ സ്ഥിരമായ പിന്തുണ ഉറപ്പാക്കുന്നു. ചുരുക്കത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലനിൽപ്പ് പരസ്പരം ആശ്രയിച്ചാണിരിക്കുന്നത്. ഈ സഖ്യം അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ തങ്ങളുടെ 51ാമത്തെ സ്റ്റേറ്റ് എന്ന നിലയിൽ പോലും തന്ത്രപരമായി പരിഗണിക്കാൻ പ്രാപ്തരാക്കുന്നു. അതുകൊണ്ടുതന്നെ ഇസ്രായേലിൽ എന്തു പ്രതിസന്ധിയുണ്ടായാലും അമേരിക്ക അതിനെ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ പ്രശ്നമായി കണ്ട് ഇടപെടുന്നത് സ്വാഭാവികമാണ്. അവരുടെ ദീർഘകാല നിക്ഷേപങ്ങളും മിഡിൽ ഈസ്റ്റിലെ സ്വാധീനവും ഒപ്പം ആഗോളതലത്തിലെ അഭിമാനവും ഇസ്രായേലിന്റെ നിലനിൽപ്പുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
അതിനാൽ ഇസ്രായേലിനു നേരെ ആരു വന്നാലും അവർക്ക് അമേരിക്ക എന്ന ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ നേരിടേണ്ടി വരുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്സും ഷെയർസും ഞങ്ങൾക്ക് വളരെ വിലയേറിയതാണ്.